وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടെല്ലാം കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പടച്ചവൻ എഴുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ മേൽ ചെയ്ത ഒരു നിഅമത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്ത് അവർക്ക് ഈമാനാകുന്ന സമ്പത്ത് നൽകി നൽകുന്നതാണ്. ഈമാൻ അത് അള്ളാന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ നിഅമത്താണ്. വില മതിക്കാനാവാത്ത നിഅമത്താണ്. ബാക്കിയുള്ളതിനൊക്കെ വില നിശ്ചയിക്കാം, ദുനിയാവിന്റെ വസ്തുക്കൾക്ക് വില നിശ്ചയിക്കുന്നത്. പക്ഷെ ഈമാനിന് വില നിശ്ചയിക്കാൻ പറ്റില്ല. അത്ര വലിയ സമ്പത്താണ് ഈമാൻ. അത് അല്ലാഹു തആല അവന്റെ സ്വന്തം ഖുദ്റത്ത് അവന്റെ ഖബളയിൽ വെച്ചിരിക്കുകയാണ്. അവന് ഇഷ്ടമുള്ള ആളുകൾക്ക് അവൻ ഹിദായത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈമാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈമാൻ അതിന്റെ വില എന്താണെന്ന് നിശ്ചയിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഈമാനുള്ള ആളുകളെ മാത്രമേ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഈമാൻ ഉണ്ടാണ്. ഈമാൻ ഇല്ലാത്ത ആൾ എത്ര സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമില്ല. അയാളുടെ സൽക്കർമ്മം അള്ളാന്റെ അടുക്കൽ അയാളെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് അത് മതിയാവുകയില്ല. ഈമാൻ അത് ഏറ്റവും വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ അവന് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കും. പക്ഷേ നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാൻ, നബിമാരുടെ ഈമാൻ അത് എന്നും വളർന്നുകൊണ്ടേ പോകും. ഈമാൻ കൂടിക്കൊണ്ടേ പോകും. ഒരിക്കലും കുറയില്ല. നബിമാരുടെ ഈമാൻ ഒരിക്കലും കുറയില്ല. പക്ഷെ മലക്കുകളുടെ ഈമാൻ എന്നും ഒരേ സത്തയിലാണ്, ഒരേ അവിടെ. മുഅ്മിനീങ്ങളുടെ ഈമാൻ അത് കൂടും, അത് കുറയും, അത് കൂടും, അത് കുറയും. മുഅ്മിനീങ്ങളുടെ ഈമാന്റെ അവസ്ഥ അൽ ഈമാൻ യസീദു വ യൻഖുസ്. ഈമാൻ കൂടും, ഈമാൻ കുറയും. അതുകൊണ്ട് ഈമാൻ വളർത്തുക, അതിനെ നിലനിർത്തുക, അതിനെ പരിപോഷിപ്പിക്കുക, അതെല്ലാം മുഅ്മിന്റെ ജോലിയാണ്. മുഅ്മിന്റെ ജോലിയാണ്. നമ്മളെ ഈമാനിനെ വളർത്തണം. അതിനാവശ്യമായ വെള്ളവും വളവും അതിന് കൊടുക്കണം. അത് ഉണങ്ങരുത്, അല്ലെങ്കിൽ അത് താഴേക്ക് വരരുത്, അതിന് പ്രയാസങ്ങൾ ഉണ്ടാവരുത്. ആ ഈമാൻ സാറന്മാരെ, സ്നേഹന്മാരെ, ഒരാൾക്ക് ഈമാൻ കിട്ടി എന്നുള്ളതിന്റെ പേരിൽ കാലാകാലമായിട്ട് ഈമാൻ ഉണ്ടായിക്കോളുന്ന ഒരു നിർബന്ധമില്ല. ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സസ്പെൻഡും ചെയ്യും, ഡിസ്മിസും ചെയ്യും. ഈമാൻ വേണ്ടാന്ന് വെക്കാൻ അല്ലാഹുക്ക് അധികാരമുണ്ട്. ഈമാനെ വേണ്ടാന്ന് വെക്കാൻ അധികാരമില്ല. ഈമാൻ അല്ലാഹു തആല ഊരിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിൽ മനുഷ്യർ, ചില ആളുകൾ അവർ ജനിച്ചത് മുഅ്മിനായിട്ട്, ഒരു മരിക്കുന്നതും മുഅ്മിനായി, ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. മനുഷ്യരിൽ ചില ആൾക്കാരുണ്ട് അവർ ജനിച്ചത് ഈമാനിലല്ല, എന്നുവെച്ചാൽ അവരുടെ ഈമാനികമായ അവസ്ഥയിലല്ല അവർ വളർന്നത്. അങ്ങനെ അവരുടെ മരണത്തിന്റെ സമയം അവർ ഈമാനിൽ പ്രവേശിക്കുകയും ഈമാനോടുകൂടി മരിക്കുകയും ചെയ്യും. ഈ ആള് വലിയ വലിയ ഭാഗ്യമാണ്. പിന്നെ പറഞ്ഞു, ഈമാനിലായി ജനിച്ചു, ഈമാനിലായി വളർന്നു, പക്ഷെ മരണത്തിന് സമയമാകുമ്പോഴേക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോയി, മുർത്തദ്ദായി പോയി. ഏറ്റവും വലിയ നഷ്ടവേളയാണ്. വേറൊരാൾ അയാൾ ഈമാനില്ലാതെ ജനിച്ചു, വളർന്നു, ഈമാനില്ലാത്ത അവസ്ഥയിൽ മരിച്ചു. ഈ 4 വിഭാഗം ഉണ്ടാവും ഈമാന്റെ കാര്യത്തിൽ.
ഒരു മനുഷ്യൻ അയാളുടെ മരണത്തിന്റെ വക്കെത്തുന്നത് വരെ അല്ലെങ്കിൽ മരണം എത്തുന്നത് വരെ ഒരാളും നിർഭയനായിരിക്കാൻ പറ്റില്ല അയാളുടെ ഈമാന്റെ കാര്യം. ഒരു താബിഈ പറയുന്നുണ്ട്, ഞാൻ ഇത്ര സഹാബാക്കളെ കണ്ടു, 60 ചില്ലാണ് മറ്റോ എത്രയോ എണ്ണം പറയുന്നു, അത്ര സഹാബാക്കളെ കണ്ടു. എല്ലാ സഹാബാക്കളും ഞാൻ മൊത്തത്തിൽ കണ്ട ഒരു ഗുണം, അവർ അവരുടെ ഈമാനെ കുറിച്ച് ഭയപ്പെടുന്നവരായിട്ടാണ് ഞാൻ അവരെ കണ്ടത്. അവരെ ഈമാനെ പറ്റി പടച്ചോൻ എന്റെ ഈമാൻ നഷ്ടമായി പോവും, എന്റെ ഈമാൻ നഷ്ടമായി പോവും എന്നുള്ളൊരു ഭയത്തോടെ കൂടിയാണ് കണ്ടത്. ഈമാനിന്റെ കുറവിൽ ഒരു വലിയ ബേജാറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിലിരിക്കുക, അള്ളാഹിനെ പറ്റി പറയുക, ആഖിറത്തിനെ പറ്റി പറയുക, നരകത്തെ കുറിച്ച് സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്ന അവസ്ഥയിലിരുന്നത്. അവസാനം എന്തായി? വീട്ടിൽ പോയി ഈമാനിൽ ബലഹീനത വന്നു. ഭാര്യ മക്കളുടെ കൂട്ടത്തിലൊക്കെ ആവുമ്പോൾ ആ ചിന്തി ഓർമ്മയൊന്നുമില്ല. സഹാബി ആലോചിച്ചു, എന്താണ് ഇപ്പൊ എന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കലുണ്ടാവും ഒരവസ്ഥ, ഇവിടത്തെ വേറൊരു അവസ്ഥ. എന്താണ് ഈ അവസ്ഥ? അദ്ദേഹം വെളിക്കിറങ്ങി, അദ്ദേഹം വിളിച്ചു വരാൻ തുടങ്ങി. നാഫഖ ഹൻളല, നാഫഖ ഹൻളല, നാഫഖ ഹൻളല. ഹൻളല മുനാഫിക്കായി, ഹൻളല മുനാഫിക്കായി, ഹൻളല മുനാഫിക്കായി. ആരാ ഹൻളല? അദ്ദേഹം ഹൻളല മുനാഫിക്കായി പോയി എന്നിങ്ങനെ പറയാൻ തുടങ്ങി. ഉറക്കെ പറയാൻ, ഇതിലിങ്ങനെ നടന്നു വരാൻ. അപ്പൊ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു, ചോദിച്ചു, ഹൻളല നീ എന്താ ഈ പറയണത്? അപ്പൊ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ വീട്ടിലെത്തുമ്പോ ഒരവസ്ഥയാണ്, ഞാൻ നിബിധന സാധനങ്ങൾ എടുക്കലുണ്ടാകുമ്പോ വേറെ അവസ്ഥയാണ്. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഈമാനിൽ ഇങ്ങനെ വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പം ഒരു മുനാഫിക്കിന്റെ അവസ്ഥയാണല്ലോ, ഒരു സ്ഥലത്ത് ഒരു പോലെ ഇപ്പുറത്ത് വേറൊരു പോലൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഞാൻ മുനാഫിക്കായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു കേട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സത്യത്തിൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. എല്ലാ ഓഫറുകളും എല്ലാ വാഗ്ദാനങ്ങളും ഉള്ളതും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓഹോ ആ പ്രശ്നം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് അത് ആരിലേക്ക് പോയിക്കോന്നല്ല പറഞ്ഞത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിൽ കൂടി. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറും എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എടുക്കലത്തിൽ രണ്ടുപേരും എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം മനുഷ്യൻ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും. നിങ്ങൾ എന്റെ അടുക്കൽ ഉണ്ടാകുന്ന അതേ അവസ്ഥയാണെങ്കിൽ വഴിയോരങ്ങളിൽ നിങ്ങളെ മലക്കുകൾ മുസാഫാത്ത് ചെയ്യും. എപ്പോഴും അതേ അവസ്ഥയിൽ ചിലപ്പോൾ നിലനിന്നോളണമെന്നില്ല. എന്നുവെച്ചാൽ വലിയ മാറ്റമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ആ സ്വർഗമൊക്കെ അങ്ങനെ നേരെ കാണുകയാണ് അവര് നബിതങ്ങളുടെ സാഹസങ്ങളെ മുന്നിൽ നിന്ന്. അപ്പൊ അവരെ ഈമാനിൽ ബലഹീനത വരുമ്പോഴേക്കും അവർക്ക് ബേജാറാണ്. കാരണം ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സാധനം ഈമാനാണ്. സമരം മരിച്ചു പോണ സമയത്ത് ഒരു മനുഷ്യന് തിരിച്ചേൽപ്പിക്കാനുള്ള സാധനമാണ് കെലിമാറിനെ. അത് നമ്മളെ കയ്യിലുണ്ടാണോ? നമ്മളെ ഈമാനിൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? ഈമാനില്ലാത്തൊരു മനുഷ്യനെ പറ്റി നിങ്ങൾ ആലോചിച്ചാൽ ദുനിയാവിൽ ആരായിക്കോട്ടെ, ദുനിയാവിൽ ഇനി അതിനേക്കാൾ വലിയൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അയാളെ ഈമാൻ ഇല്ലെങ്കിൽ അയാളത്ര പരാജിതം വേറെ ആരാളത്. കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും, കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഈമാൻ ഏറ്റവും വലിയൊരു സംഗതിയാണ്. ഈമാൻ ഏറ്റവും വലിയൊരു സംഗതിയാണ്. ഈമാൻ അതിന്റെ പിന്നിൽ പരിശ്രമിക്കാനുള്ളതാണ്. പരിശ്രമിക്കണം ഈമാന്റെ പിന്നിൽ. ഈമാന്റെ പിന്നിൽ പരിശ്രമിക്കണം, ഈമാനെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ഈമാനിൽ വർധനവുണ്ടാവും. നമുക്കും ഈ അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മളെ ഈമാന്റെ കാര്യത്തിൽ മുത്മയിന്നാണ്, നിർഭയരാണ്, നമുക്കൊരു ടെൻഷനില്ല. കാരണം നമ്മൾ കെലിമല്ലേ, നമ്മളെ വാപ്പ മുസ്ലിം, ഉമ്മ മുസ്ലിം, നമ്മൾ മുസ്ലിം, നമ്മൾ കെലിമല്ലേ. ഈമാന്റെ കാര്യത്തിൽ ഒരു ടെൻഷനില്ല. പിന്നെ ചെറിയ ടെൻഷൻ അമലുകളുടെ കാര്യത്തിലാണ്. സത്യത്തിൽ സാധാരണ ഈമാനിലാണ് ഏറ്റവും ബേജാറുണ്ടാവുന്നത്. ഈമാൻ പല അളവിലുണ്ട്, പല മിഖ്ദാറിലുണ്ട്, പല അളവിലുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ബുഖാരിയിൽ അദ്ദേഹം ഒരു അധ്യായം തന്നെ കൊടുത്തത് അൽ ഈമാനു യസീദു വയൻഖുസ് എന്നാണ്. ഈമാൻ കൂടും, ഈമാൻ കുറയും. ഈമാൻ അങ്ങനെ കൂടും, എത്രയും കൂടും. ഈമാൻ കുറയും, അങ്ങേറ്റത്തെ ഏറ്റവും അങ്ങേറ്റത്തെ ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറു ബിയദി. ആരെങ്കിലും ഒരു തിന്മയായ പടച്ചവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടാൽ ഫൽയുഗയ്യിറു ബിയദി, അവന്റെ കൈകൊണ്ട് അതിനെ മാറ്റം വരുത്തിക്കൊള്ളട്ടെ, ഏതെങ്കിലും കൊല്ലത്തിൽ മാറ്റം ശ്രമിക്കട്ടെ.
ഫമല്ലം യസ്തത്തി, ഒരാൾക്ക് കൈകൊണ്ട് അതിനെ മാറ്റം വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഫബിലിസാനി, അവന്റെ നാവ് കൊണ്ട് അതിനെ മാറ്റം വരുത്തിക്കൊള്ളട്ടെ. ഫമല്ലം യസ്തത്തി, ഒരാൾക്ക് ഇനി നാവ് കൊണ്ട് മാറ്റം വരുത്താൻ കഴിയില്ലെങ്കിൽ ഫബിഖൽബിഹി, അതിന്റെ ഹൃദയം കൊണ്ടെങ്കിലും അതൊരു മോശമായ പ്രവൃത്തിയാണെന്നോ ചിന്തിക്കട്ടെ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിൽ ഏറ്റവും താഴ്ന്നപ്പെടണം. ഏറ്റവും താഴ്ന്നതാണ് ഹൃദയം കൊണ്ടെങ്കിലും ആ തിന്മയെ. എന്നുവെച്ചാൽ തിന്മനോടുള്ള ഹൃദയത്തിന്റെ സമീപനാണ്, ഈമാന്റെ സമീപനാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഈമാന്റെ പല സത്യകൾ, പല ലെവലുകളുണ്ട്. സമ്പത്തിനുള്ളതുപോലെ സമ്പത്തിന് പല അവസ്ഥകളുണ്ട്. 100 ഉള്ളതുണ്ട്, 10 ഉള്ളതുണ്ട്, 1 റുപ്യ ഉള്ളതുണ്ട്, 10 റുപ്യ ഉള്ളതുണ്ട്, 100 റുപ്യ ഉള്ളതുണ്ട്, 1000 റുപ്യ ഉള്ളതുണ്ട്, ലക്ഷമുള്ളതുണ്ട്. ലക്ഷങ്ങളുള്ള ആളുകളുണ്ട്, കോടികളുള്ള ആളുകളുണ്ട്. ഓരോ ദർജയാണ്. നമ്മൾ ഈ ദർജയിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ദർജ ഏതാണ്? 1 റുപ്യന്റെ. അതിലൊക്കെ നമുക്ക് കോടികളുടെ ദർജ, നമുക്ക് കോടീശ്വരൻ അല്ലേ? എന്താണ് കോടീശ്വരൻ? ഈശ്വരൻ എന്നുള്ളതെന്നുള്ളതാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? അതാവാനാണ് നമുക്ക് താല്പര്യം. ഈമാനിലോ ഏറ്റവും താഴ്ക്കാനുള്ളത്, അതിന് മാറ്റം വരുത്താൻ എന്തിരെ ഈമാന്റെ അവസ്ഥ. നമ്മള് ബൾബൊക്കെ പഴയ കാലത്ത് അതിന്റെ ഫിലമെന്റ് ഉണ്ടാവും, അതിമ മാത്രം എന്തുണ്ടാവും? ഒരു ലൈറ്റ് ഉണ്ടാവും. കറണ്ട് ഉണ്ടോ ചോദിച്ചാൽ എന്ത് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പഴയ കാലത്തൊക്കെ ഉണ്ടായി ഒരു കാര്യമില്ല. ഒരാളൊരു സ്പൂണിൽ വെള്ളം, എന്തിന് ഒരു സ്പൂണിൽ ഇങ്ങനെ വെള്ളം, അയാളുടെ ഒരാൾ വെള്ളം ഉണ്ടോ ചോദിച്ചാൽ പക്ഷെ അയാളെ സ്പൂൺ വെള്ളം കൊണ്ട് എന്താ നടക്കുക? മൂത്രയിക്കാൻ പറ്റില്ല, ബാത്റൂം പോകാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. ആ ഒരു സ്പൂൺ എന്താക്കാൻ? പൈസ ഉണ്ട്, ഉണ്ട് അറിഞ്ഞു. അയാൾ 50 പൈസ ഇത്ര, അയാളൊരു പൈസ, എന്റെ പൈസ എടുത്തില്ല, ഞാൻ പൈസ എടുത്തില്ല. അതായത് നോക്കാം, 50 പൈസ അല്ല, 50 പൈസ കൊണ്ട് എന്താക്കാനാ? സാർമാർ ഇതേപോലെ ഈമാൻ ചോദിച്ചാൽ ഈമാൻ ഉണ്ട്, പക്ഷെ ഈമാന്റെ അവസ്ഥക്ക് ചാർജ് ഇല്ല. അതുകൊണ്ട് ഹറാമെന്ന് നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. ചാർജ് പോകുമ്പോണ്ടാണ് കേസാണ്. ചാർജ് ഉണ്ടാവുമ്പോ നമുക്കറിയാം, കണ്ണൊക്കെ ഓട്ടോമാറ്റിക് എന്താവും? താവും. ഹറാമ് കാണുമ്പോൾ തന്നെ കണ്ണൊക്കെ താവും, അവന്റെ ജീവിതത്തിന് ഭയങ്കര ചിട്ടുണ്ടാവും. ഈമാൻ താഴ്ത്തിക്കായാൽ പിന്നെ ഈ പോളൊന്നും താഴുക. അതുകൊണ്ട് ഈമാൻ ഏറ്റവും വലിയ സന്നദ്ധയാണ്. ഈമാൻ ഈമാൻ. ഒരു മനുഷ്യൻ അധ്വാനിച്ച് ഉണ്ടാക്കേണ്ട സാധനം എന്താ വെച്ചാൽ ഈമാനാണ്. അതുണ്ടാക്കണം. ഈമാന്റെ പിന്നിലുള്ള മെഹനത്ത്, ഈമാന്റെ പിന്നിലുള്ള അധ്വാനം, ഈമാന്റെ പിന്നിലുള്ള പരിശ്രമം. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഓരോ ഈമാൻ ഒരു വളർത്തിക്കൊണ്ടേയിരുന്നു. അതിനുവേണ്ടി പണിയെടുത്തു, അതിനുവേണ്ടി മെനക്കെട്ടു. അവർക്ക് എപ്പോഴും ബോധം ഉണ്ടായിരുന്നു, ഞാൻ താഴെ പോരുത്, ഞാൻ വീണു പോരുത്, എനിക്ക് നഷ്ടമായി പോരുത്. അതെപ്പോഴും ഉണ്ടായിരുന്നു. മുഅ്മിനീങ്ങൾ അവരുടെ അവസ്ഥ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിനെ കുറിച്ച് അവരുടെ അടുക്കൽ പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പടക്കാൻ തുടങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ അവരുടെ അടുക്കൽ ഓതപ്പെട്ടാൽ, പറയപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ ഈമാനിൽ എന്തുണ്ടാവും? അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ പറയാം, അവന്റെ കുദ്റത്തിനെ പറ്റി പറയാം. അപ്പൊ മനുഷ്യർക്ക് സ്വാഭാവിക ഈമാൻ വർദ്ധിക്കും, ഈമാൻ വളരും. അതുകൊണ്ട് ഖുർആൻ മറിച്ചു നോക്കിയാൽ മതി, ഒരുപാട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയുണ്ടാവും. ആകാശങ്ങൾ, ഭൂമി, അതിലുള്ള മുഴുവൻ വസ്തുക്കൾ, രാവ് പകല് തുടങ്ങിയ ഒരുപാട് സംഗതികളുണ്ട്. ഇതിങ്ങനെ അടിക്കടിക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഈമാനിൽ വർധനവുണ്ടാവാൻ. ഈമാനിൽ വർധനവുണ്ടാവാൻ. അതുകൊണ്ട് സാർമാർ സ്നേഹമാരെ, ഈമാൻ ഏറ്റവും മഹമായ കാര്യം. അതിന്റെ പിന്നിലാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അത് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വർധനവുണ്ടോ? ഈമാൻ എന്ന് പറഞ്ഞത് കുറെ സിഫാത്തുകൾ കൂടിയ സാധനമാണ്.
കുറെ ഗുണങ്ങൾ കൂടിയതാണ്. ഒരു സാധനമല്ല. നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി അതതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അൽ ഈമാൻ ബിദ്ഉൻ വസബഊന ശുഅബ ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാദത്തുൽ അദാ അനിത് തരീഖ്. ഈമാനിൽ 70 ചില്ലാന ശാഖകളുണ്ട്. എന്തിന്? ഈമാൻ. അതിലേറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലേറ്റവും ബലഹീനമായത്, ഏറ്റവും താഴ്ന്നത് ഇമാത്തത്തുൽ അദാ അനിത് തരീഖ്, വഴികളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങളെ നീക്കിക്കളയാം. ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന വഴിയാണ്, അവിടെ എന്തെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാധനം ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? അതിന് നീക്കാന്നുള്ള ഏറ്റവും കൂടിയ തരത്തിലല്ല, പിന്നെ ഏറ്റവും താഴ്ന്ന തരത്തിൽ. നമ്മളോട് കയ്യല്ലേ, നമ്മൾ വഴി ബ്ലോക്കാക്കുക എന്നല്ലാണ്ട് തീർക്കല്ല. നമ്മൾ ഇസ്ലാമിന്റെ പേരിലും എല്ലാത്തെയും കോലത്തിൽ ഏതെങ്കിലും കോലത്തിലൊക്കെ വഴി അതുകൊണ്ട് ഈ ഇമാത്തത്തുൽ അദാ അനിത് തരീഖ് ഏറ്റവും താഴ്ന്ന ദർജയിലാണ്. അദ്നാഹാന്നാ പറഞ്ഞത്. ആ ഏറ്റവും താഴ്ന്നത് ഇമാത്തത്തുൽ അദാ അനിത് തരീഖ്, വഴിന്ന് ഉപദ്രവകരമായ കാര്യങ്ങൾ നീക്കുക. ഇതൊരു മുഅ്മിന്റെ ജോലിയാണ്, വഴിന്ന് ഉപദ്രവകരമായ കാര്യം. നമ്മൾ പോകുമ്പോൾ ഒരു കല്ലുണ്ടാണ്, അടുത്ത ബൈക്കാരൻ വന്നിട്ട് അതിന്റെ മുകളിൽ കയറി തട്ടി കളഞ്ഞ് വീകാൻ സാധ്യതയുണ്ട്. ആ ഒരു മുഅ്മിൻ അതിലെ പോയിട്ടുണ്ടെങ്കിൽ ഓ എടുക്കും, അതിനൊഴിവാക്കും. സഹാബാക്കളുടെ കാലത്ത് വഴികളിൽ എന്തെങ്കിലും ഉപദ്രവകരമായ കാര്യങ്ങൾ, ചീഞ്ഞ് നാറുന്ന എന്തെങ്കിലും വസ്തുക്കൾ, എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവരതിനെ നീക്കുമായിരുന്നു. നീക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു മനസ്സിലാക്കുമായിരുന്നു, ഇത് സംഭവിച്ചതിന് ശേഷം ഒരു മുഅ്മിൻ ഇതിലെ നിങ്ങൾക്ക് മനസ്സിലാണ്ടേ പറഞ്ഞേ, ഒരു മുഅ്മിൻ ഇതിലെ പോയിട്ടില്ല. കാരണം എന്താ? പോയില്ലെങ്കിൽ ഓനെന്താക്കും? അവന്റെ ഈമാന്റെ അവന്റെ ഈമാനിലെ ഏറ്റവും താഴ്ന്ന വഴി. നമ്മൾ വഴിക്ക് ചപ്പുചാറ് വാരിട്ട് അതിനെ ബ്ലോക്കാക്കുക, അതിനുള്ള പരിപാടി ഉണ്ടായി. ഈമാൻ ഉണ്ടായാൽ അതിലേറ്റവും താഴ്ന്നതാണ് വഴിയിൽ നിന്ന് ഉപദ്രവകരമായ കാര്യങ്ങൾ നീക്കുക. എന്നുവെച്ചാൽ മനുഷ്യർക്ക് സഹൂലത്തുണ്ടാക്കുക, മനുഷ്യർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക. അത് ഈമാന്റെ ഭാഗമാണ്. അതുകൊണ്ട് സാധുമാരുടെ സ്നേഹിമാരെ, ഈമാൻ അത് ഏറ്റവും വിലയുള്ളതാണ്. അത് ഉണ്ടാകണം. അല്ലാഹു തആല നമുക്ക് ജന്മന തന്നിട്ടുണ്ട്. ഇനി അതിനെ നിലനിർത്താനുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ വളർത്താനുള്ള പണിയാണ് ചെയ്യേണ്ടത്. എങ്ങനെ വളർത്തണം, എങ്ങനെ നിലനിർത്തണം, അതിനെപ്പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവര് അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ, അള്ളാഹിനെ കുറിച്ചുള്ള പറച്ചിൽ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ ആൾക്കാരോട് പറയുന്നു, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സഅ, കുറച്ച് സമയം ഇരിക്കി, നമ്മളെ കൂടെ ഈമാൻ ഉൾക്കൊള്ളാം, ഈമാനിൽ വർധനവുണ്ടാക്കാം എന്ന് സഹാബാക്കൾ പറയും. ഈമാനിൽ വർധനവുണ്ടാക്കാം. അള്ളാഹുവിനെ കുറിച്ചുള്ള പറച്ചിൽ മനുഷ്യനിൽ ഈമാൻ ഉണ്ടാക്കും, മനുഷ്യന് ഈമാനിൽ വർധനവുണ്ടാക്കും. അതുകൊണ്ട് ഈമാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ നിലനിർത്തലാണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എത്രയോ ആളുകളുടെ ഈമാൻ അള്ളാഹു പിൻവലിച്ച് കളഞ്ഞിട്ടുണ്ട്. എത്ര ആളുകളുടെ ഖാറൂൻ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വാസമുള്ള ആളായിരുന്നു. പക്ഷേ സമ്പത്തിന്റെ പേരിലായിരുന്ന അഹങ്കാരത്തിന്റെ പേരിൽ എന്ത് ചെയ്തു? നബിയോട് കാണിക്കാൻ പാടില്ലാത്ത ദുരുത്തക്കേടുകൾ കാണിച്ചു. അള്ളാഹു തആല വഴിയിൽ അവനെ ശിക്ഷിച്ചു. ഇങ്ങനെ ഓരോ ആൾക്കാർ സർവ്വ സ്നേഹിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഓരോ മനുഷ്യന്റെ ഈമാന്റെ അളവാണ്. അയാളെ ഭൗതികമായ അവസ്ഥകളോ വേറൊന്നും അള്ളാഹു നോക്കില്ല. ഈമാൻ എത്ര അളവുണ്ട് അത്ര. അതുകൊണ്ട് സഹാബാക്കൾ ഈമാനിന്റെ വർധനവിന് വേണ്ടി മെനക്കെട്ടുകൊണ്ടേയിരുന്നു. ഈമാന്റെ വർധനവിന് വേണ്ടി മെനക്കെട്ടു, അധ്വാനിച്ചു, പരിശ്രമിച്ചു. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്തു. ഒരവസ്ഥയിലും അതൊരു പതറിയില്ല. ഈമാന്റെ ഓരവസ്ഥയിലും ഒരു പതറിയില്ല. അതുകൊണ്ട് ഈമാൻ അത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അചഞ്ചലമായ, ഒരിക്കലും പതറാത്ത, ഒരിക്കലും ചാഞ്ചാട്ടില്ലാത്ത, തറദ്ദുദില്ലാത്ത, സംശയമില്ലാത്ത ഉറച്ച ഈമാൻ. ഉറച്ചത് അത് ഉറക്കണം. അതിങ്ങനെ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവസ്ഥകളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവും, അതുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം.
അതുകൊണ്ട് ഈ സാഹചര്യങ്ങളിൽ, ഈ മാഹോലുകളിൽ മനുഷ്യർ കഴിഞ്ഞുകൂടണം. ഈമാന്റെ മാഹോൽ, ഈമാന്റെ മാഹോലിന്റെ സ്ഥലമാണ് മസ്ജിദ് എന്നുള്ളത്. മനുഷ്യൻ മസ്ജിദിൽ അധികമായി പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളീനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മസ്ജിദ് ഈമാന്റെ കേന്ദ്രമാണ്. ഈമാനുള്ള ആൾക്കേ മസ്ജിദിൽ നിൽക്കാൻ കഴിയും. ഈമാനുള്ള ആൾക്കേ മസ്ജിദ് നിൽക്കാൻ കഴിയും, അല്ലാത്തവർക്ക് മസ്ജിദ് നിൽക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിന്റെ ഉപമ കസ്സമക്കി ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യം പോലെയാണ്. വെള്ളത്തിന് മത്സ്യം പോലെയാണ് മുഅ്മിന് മസ്ജിദ് എന്നുവെച്ചാൽ മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് പിടിച്ചു മാറ്റിയാൽ അത് ചാടിക്കൊണ്ടിരിക്കും വെള്ളത്തിനത് വരെ. ഇതേപോലെ മുഅ്മിൻ എന്തെങ്കിലും കാര്യത്തിന്റെ പുറത്തേക്ക് പോകേണ്ടി വന്നാലും അങ്ങനെ അവരുടെ ഹൃദയം പള്ളിയുമായി നീങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അല്ലാഹുവിന്റെ തണലല്ലാതെ വേറെ ഒരു തണലില്ലാത്ത ദിവസമുണ്ട്. ആ ദിവസത്തിൽ ചില ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ നൽകും. അതിലൊരാളെ കുറിച്ച് പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. ചില ആൾക്കാരുണ്ട് അവരുടെ ഹൃദയങ്ങൾ മുഅല്ലഖാണ്, ബന്ധിപ്പിച്ച് കിടക്കാണ്. എന്തിന്? ബിൽ മസാജിദ്, പള്ളികളുമായി. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളിയിൽ ഇങ്ങനെ കൊളത്തിട്ടമായിട്ടുണ്ടാവും അവന്റെ ഹൃദയം. എന്ന് വെച്ചാൽ ഓന് പള്ളി വിട്ടിട്ടുള്ള, അതുകൊണ്ട് ഈമാനുള്ളതാണ്. അതുകൊണ്ട് മുഅ്മിൻ എപ്പോഴും മസ്ജിദുമായി ബന്ധമുണ്ടാവും, മസ്ജിദായിട്ട് വലിയ ബന്ധമുണ്ടാവും. ഇന്ന് ശൈത്താന്റെ വലിയ അധ്വാനം ആളുകളെ മസ്ജിദിൽ നിന്ന് അകറ്റുക, മസ്ജിദുകളിൽ നിന്ന് അകറ്റുക. ഘട്ടം ഘട്ടമായി അവനവന്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. ഘട്ടം ഘട്ടമായി മസ്ജിദുകളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് പള്ളിയിൽ ഇരിക്കാൻ ആർക്കും നേരമില്ല. പള്ളിക്ക് വിളിക്കൽ തന്നെ ആൾക്കാർക്ക് മോശം. പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഒരു ആരില്ലാത്ത സ്ഥലം, ഒരു അവജ്ഞാബോധം. പള്ളിക്ക് പോവുക, പള്ളിയിൽ കഴിഞ്ഞിടുക, പള്ളീന്റെ കാര്യത്തിലാകാം ആൾക്കാർക്ക് ദേഷ്യം. അതുകൊണ്ട് സാറന്മാരെ സ്നേഹമാരെ, ഒരാൾ മസ്ജിദിലേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈമാൻ ഉണ്ട് നിങ്ങൾ സാക്ഷ്യമാക്കി. ഈമാന്റെ അടയാളങ്ങളെ കൊണ്ട് ഈമാനെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാണ്ട് ഈമാൻ എന്ന് പറഞ്ഞ ശരീരത്തിൽ കുത്തിവെക്കാൻ കിട്ടുന്നതാണ്. അടയാളങ്ങളെ കൊണ്ടാണ് അതറിയാം. ഒരാൾക്ക് ഈമാണ്ടോ ഇല്ല എങ്ങനെ അറിയാം? ഈമാന്റെ അടയാളങ്ങളാണ്, ഈമാന്റെ അടയാളങ്ങളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അവന്റെ മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, മുസ്ലിങ്ങളിലുള്ള വിശ്വാസം, വൽ ഖദ്രി ഖൈരിഹി, ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം, വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിൻ അല്ലാഹി തആല, ഖൈറും ഷർറും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളാണെന്നുള്ള വിശ്വാസം. ഇതിങ്ങനെ വിശ്വാസം 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 നമ്മൾ പറഞ്ഞുകൊണ്ട് എന്താവൂല, അത് ഹൃദയം കൊണ്ട് ആവണം, അത് ബോധ്യപ്പെടുകയാണ്. അതിനാണ് സാക്ഷിയാവുക എന്ന് പറഞ്ഞത്. എന്താവുക? സാക്ഷിയാവുക. ഞാൻ മുഅ്മിനാണെന്നുള്ളതിന്റെ സാക്ഷിയാവുക. അതുകൊണ്ട് മുഅ്മിൻ അവന്റെ ഗുണങ്ങളോട് കൂടി ഉണ്ടാവും. ഈമാന് കുറെ ഗുണങ്ങളുണ്ട്, ആ ഗുണങ്ങൾ അവന്റെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ഖീല വമാ ഇഖ്ലാസു യാ റസൂലല്ലാഹ്? ഖാല അൻ തഹ്ജിസഹു അൻ മഹാരിമില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബകൾ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. സഹാബകൾ ആലോചിച്ചു, ഖീല വമാ ഇഖ്ലാസു യാ റസൂലല്ലാഹ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കാരത്തിലെ മുഖ്ലിസൻ എന്ന് പറഞ്ഞില്ല, എന്താണ് കെലിമന്റെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, അൻ തഹ്ജിസഹു അൻ മഹാരിമില്ലാഹ്. ആ കെലിമ അല്ലാഹ് ഹറാമാക്കിയ കാര്യത്തിൽ നിന്നെ തടുക്കലാണ്. ആ തടുക്കുമ്പോഴാണ് കെലിമന്റെ എന്തുണ്ടാകുക? കെലിമന്റെ ഇഖ്ലാസ്. കെലിമന്റെ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഹറാമെന്ന് അവൻ അടുത്തടുക്കണം. ആ കെലിമക്ക് അത്ര പവറിനാണ്, ആ കെലിമക്ക് അത്ര പവറുണ്ടാവണം. ഹറാമെന്ന് നമുക്കിന്ന് ഹറാമെന്ന് മാറിക്കാൻ കഴിയില്ല, ഹറാമെന്ന് മാറിക്കാനേ കഴിയില്ല. നമ്മൾ മൂമിനാണ് താനും. അപ്പൊ നമ്മളെ കെലിമന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഈ കെലിമോട് സ്വർഗത്ത് പ്രവേശിക്കാറ്. കെലിമ ഏത് കെലിമോണ്ടാ സ്വർഗത്ത് പ്രവേശിക്കണേ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ, ഇഖ്ലാസോട് കൂടി പറഞ്ഞ കെലിമയാണ്. വെറുതെ കെലിമന്റെ പാട്ടാടുന്നവനൊക്കെ എടുത്തു.
എടുത്തു പറയും ഒക്കെ സ്വർഗത്തിക്കല്ലേ. അതുകൊണ്ട് ഇഖ്ലാസോട് കൂടി ചെല്ലണം. ഇഖ്ലാസ് എന്താണ് കലിമന്റെ? അൻതഹ്ജിസഹു അൻ മഹാരിമില്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യം കലിമാവനെ തടയും. അവിടെ നമ്മളെ കലിമ നമ്മളെ തടയുണ്ടോ? നമ്മളെ കലിമന്റെ അളവ് നമുക്ക് തന്നെ കിട്ടും. വേറെ ലാബിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ കിട്ടും, നമുക്ക് തന്നെ കിട്ടും. എന്താ നോക്കിയാൽ ഹറാമ് എങ്ങനെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ, ഹറാമ് എങ്ങനെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. അതുകൊണ്ട് സാറുമാരെ സ്നേഹന്മാരെ, ഈമാനിന്റെ വളർച്ച, ഈമാനിന്റെ പുരോഗതി, ഈമാനിന് വേണ്ടി പണിയെടുക്കുക, ഇത് ഓരോ മുഅ്മിന്റെ മേലും അത്യാവശ്യമാണ്. എന്റെ ഈമാൻ എത്ര വളർത്തി, മരിക്കാൻ സമയത്ത് വലിയ ഈമാനായിട്ട് അള്ളാനെ കാണണം, വലിയ ഈമാൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാൻ എത്ര വലിപ്പമുണ്ടായിരുന്നു. എല്ലാവരും ഈമാൻ ഒരേപോലല്ല, ഈമാനിൽ വേരിയേഷൻ ഉണ്ടാവും, വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നമ്മളെ ഫിക്റും ചിന്തയും പരിശ്രമത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടാകും. നമ്മൾ എത്ര ഫിക്ർ ചെയ്യോ, എത്ര പരിശ്രമിക്കോ, എത്ര ഈമാൻ വർദ്ധന വേണ്ടി പണിയെടുക്കോ, അതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ട്. അതുകൊണ്ട് ഈമാനിന്റെ വഴിയുള്ള പരിശ്രമം ഒന്ന് അള്ളാഹിനെ കുറിച്ച് പറയല, നിരന്തരം അള്ളാഹിനെ കുറിച്ച് പറയാം, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അള്ളാഹിനെ കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുക, തല കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക. അതിൽ ഈമാനിൽ വർധന ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈമാനിന്റെ വർധനവിന് സ്വന്തം പണിയെടുക്കണം. ശരീരം നന്നാണെങ്കിൽ തിന്നണമെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ നേരത്തെ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ ഈമാനെ നിലനിർത്താൻ അതിന്റെ പണി ചെയ്യണം. നമ്മളിന്ന് ഏതോ പഴയ കെലിമേറ്റ് ഇങ്ങനെ നടക്കാം, ഹറാമും കണ്ട് തോന്നിയാസം ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ആൾക്കാർ. ഓന് പറഞ്ഞെന്താണ്, ഞാൻ മുഅ്മിനാണ് എന്നോ രജിസ്ട്രേഷനൊക്കെ എന്തായിട്ടുണ്ടാവും, എക്സ്പയറേറ്റ് ഉണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരാളെ രണ്ട് ലൈസൻസ് ഉണ്ടായിരുന്നു, ഈ സംഗതി 2016 എന്തായിന് എക്സ്പയർ. അത് കാണിച്ചു കൊടുത്താ പറഞ്ഞ് ആർക്ക് പോലീസിനെ കാണിച്ചു കൊടുത്താൽ മതിയോ? പോലീസിനെടുത്ത എക്സ്പയർ ആയാലും ഡേറ്റ് അല്ലേ കഴിഞ്ഞുള്ളൂ, മുതലിപ്പോഴും ഇതെവിടെ ഉണ്ട്, ഇതിന്റെ പേര് ഇതെല്ലാം ഉണ്ട്, പോരെ മതിയോ? നിങ്ങൾ പാസ്പോർട്ട് എക്സ്പയർ ആയി അതുകൊണ്ട് കാണിച്ചു, ഇതിന്റെ പാസ്പോർട്ടാ, ഒരു പ്രശ്നമല്ലോ, ഇഷ്ടംപോലെ പേജ് കൊണ്ട് കുത്തിക്കോളി പറഞ്ഞാൽ എത്തപ്പത്തിനോട് വേറെ ഡേറ്റ് എല്ലാം മാറിയുള്ളൂ, ഞാൻ ജീവിച്ചിരിപ്പില്ലേ? പറ്റില്ല അതൊന്നും പറ്റില്ല. പിന്നെ ഈമാൻ ഒരു പുരാതന പഴയ ഈമാനൊന്നും ജീവനില്ല. ചില ആൾക്കാരുണ്ടാവും അയാൾക്ക് ജീവൻ ഉണ്ടാവും, പക്ഷെ മരിച്ചില്ല, എന്നാല് പറയുവായി ജീവൻ ഉണ്ടാവും, കണ്ണിന്റെ ഇതും കൂടി എന്താക്കൂല, എന്തെങ്കിലും പറയത്തെ, കണ്ണിന്റെ തിരിവും കൂടി അളക്കൂല, അങ്ങനെ കിടക്കുണ്ടാവും. അയാള് ഒരു 100 കൊല്ലം ജീവിച്ചിട്ട് എന്താ കാര്യം ഉണ്ടോ? നിങ്ങൾ പറയും, ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ല, ജീവിച്ച അടങ്ങേറുമാണ്. എന്ത് ബാക്കിയുള്ളവർക്ക് ഇയാൾ കടന്ന് പൊട്ടും, ഇയാൾക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതിനൊക്കെ ഏറ്റവും വലിയ ഉപകാരം തരവേ, ഒന്നുകിൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ സാർമാർ ഇങ്ങനെ മനുഷ്യൻ കിടക്കണം. ഇതേമാതിരി ഈമാൻ നമ്മുടെ ഈമാനൊക്കെ അങ്ങനെ കിടക്കുകയാണ്. ജ്യൂസൊക്കെ അടിച്ചിട്ട് കുപ്പി കൂടെ എന്ത് ചെയ്യണോ, പൈപ്പ് കൂടെ പാർന്നു കൊടുക്കണം. എന്തിന്? ഈമാൻ അത്ര ബലഹീനാവസ്ഥയിലുള്ളത്. ഹറാമൊക്കെ കണ്ടാൽ ഇങ്ങനെ കണ്ണ് നിന്നിട്ട് എടുക്കാനും കൂടി കയ്യിലാണ്, ഇങ്ങനെ കുടുങ്ങിയെടുക്കാണ്, ഹറാമ് ചെയ്യുന്നിടത്ത് കുടുങ്ങിയെടുക്കാണ്. അങ്ങനെ ഹറാമ ഏതാന്നും കൂടി ഇപ്പൊ എന്തായില്ല, കയറ ഏതാണ് പാമ്പ് ഏതാണ് തിരിയാത്തൊരു കാലം വരണ്ടേ. എപ്പം മുറ്റത്തൊരു കയറ് ഇങ്ങനെ കിടക്കാണ്, അല്ലെങ്കിൽ പാമ്പ് കിടക്കാണ്, അതിൽ കയറാൻ നേരത്തിട്ട് അതിനെ പോയി മുച്ചാൻ പോണ കണ്ണാണ താളുണ്ടോ. ഈമാൻ അത്ര ബലഹീനാവസ്ഥയിലല്ല. അതുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ല. ചെറിയൊരു ഉള്ളില് എന്തുണ്ട്, ഒരു ഓർമ്മ ഉണ്ട്, ഉള്ളിലൊരു ഓർമ്മ ഉണ്ട്, പുറത്തേക്കായി ഇല്ല, മരിച്ച മാതിരിയാണ്. ഇതേമാതിരിയാണ് നമ്മുടെ ഈമാന്റെ അവസ്ഥ, മരിച്ച മാതിരിയാണ്. നമുക്ക് അള്ളാന്റെ കൽപ്പന കേട്ടിട്ട് ഒരു കൂസലുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കണം, ഈമാനിൽ വർധന ഉണ്ടാകണം, അതിന് പോഷകാഹാരങ്ങൾ കൊടുക്കണം, അതിനെ വളർത്തണം. അതുകൊണ്ട് ഉമ്മത്തിന് പ്രയോജനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അതിന്റെ വഴിയിലുള്ള പണി നമ്മൾ എടുക്കുന്നത്.
ഒരു പണി എന്താണ്? അള്ളാഹിനെ പറ്റി എല്ലാവരോടും പറയാം, ചങ്ങായിമാരോട് പറയാം, കൂട്ടുകാരോട് പറയാം, വീട്ടുകാരോട് പറയാം, അയൽവാസികളോട് പറയാം, എല്ലാവരോടും എപ്പോഴും അള്ളാഹിനെ പറ്റി പറഞ്ഞ അവസ്ഥ ഉണ്ടാകും. എന്നാൽ നമ്മളെ ഈമാൻ ഇങ്ങനെ കൂടും. വേറെ കേട്ടാന്റെ ഈമാൻ കൂടിയോ കുറഞ്ഞ ആൾക്ക് പ്രശ്നമല്ല, നമ്മളെ ഈമാൻ എങ്ങനെ കൂടും. പിന്നെ എന്ത് വസ്തുക്കളെ കണ്ടാലും അള്ളാഹിനെ പറ്റി ആലോചിക്കാം. അതിലൂടെ അള്ളാഹുവിന്റെ കുതിരത്തിനെ കണ്ടെത്താം. മറ്റൊന്ന് അള്ളാഹുവിനോട് ഈമാന്റെ ഹക്കീക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ. പടച്ചവനെ ഈമാൻ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമാക്കി തരണേ, ഈമാൻ ഏറ്റവും പ്രിയങ്കരമാക്കി തരണേ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ. മനസ്സിലായില്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ, اللهم إني أسألك إيمانا كاملا ويقينا صادقا. നബിതങ്ങൾ സഹാസം തങ്ങളുടെ ദുആയിൽ വരുന്നുണ്ട്. നബിതങ്ങൾ സഹാസങ്ങളുടെ ഈമാൻ കാമിലായ ഈമാനിനെ ചോദിച്ചു. അതുകൊണ്ട് സാർമാർ സ്നേഹമാരെ ഈമാൻ അത് അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാനുള്ളതാണ്. നമ്മളാരും ചോദിച്ചില്ല. ചോദിച്ചിനോ? നമ്മള് പറമ്പ് വേണം, പേരാണം, മറ്റു വേണം, മറിച്ച് വേണം, കുട്ടിന്റെ അസുഖം വേണം, മാറണം, പിന്നെ ഒക്കെ നല്ല പുതിയാപ്പള്ളം വേണം, മുള എല്ലാ പ്രശ്നങ്ങളും തീരണം, എന്ത് വേണ്ട. എന്തുണ്ട ഈമാൻ ആയപ്പോഴേക്കും നമ്മൾ ചോദിക്കല്ലോ. ഈമാൻ എത്ര പവറുണ്ട്, എത്ര ചോദിക്കണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അല്ലാഹു ഫർളാക്കി. എന്ത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതുകൊണ്ട് ഈമാൻ ഏറ്റവും വില ഉള്ളതാണ്. ഇതിനു വേണ്ടി അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചാനെ ഈമാൻ തരണേ, ശരിയായ ഈമാൻ തരണേ, ശരിയായ ഈമാൻ തരണേ പഠിച്ചാനെ. പഴയ ആൾക്കാരുണ്ടാവും, അവരോട് വർത്താനം പറഞ്ഞാലുണ്ടാവും പറയല് ഈമാൻ കിട്ടി മരിച്ചാൻ, ഈമാൻ കിട്ടി മരിക്കും. അതുകൊണ്ട് സാറിന്മാരെ ഈമാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. അല്ലാണ്ട് നമ്മളിപ്പോ ഉള്ള സാധനം ഉണ്ടല്ലോ, അതെന്നോ എന്തായിന് അതിന്റെ ഡേറ്റ് കഴിഞ്ഞ് അത് പുതുക്കണം. അതെന്ത് ചെയ്യണം? പുതുക്കണം. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ. ഈമാനങ്ങൾ പുതുക്കി, ജദ്ദിദു ഈമാനക്കും, നിങ്ങളെ ഈമാനങ്ങൾ പുതുക്കി, വനവ്വിറു ഖുലൂബക്കും, നിങ്ങളെ ഹൃദയത്തിനെ പ്രകാശിപ്പിക്കി, ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുണ്ട്. അതിനർത്ഥം എന്താ? എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയണം ആണോ? നമ്മൾ വെച്ചാൽ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ മാത്രം അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം ആരോട് പറഞ്ഞു കൊടുക്കുക? ആരോട്? ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് വേറെ ഒരു ഇലാഹും ഇല്ലട്ടോ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ ഈമാനിന് വില ഉണ്ടാവും, ആ കലിമക്ക് വില ഉണ്ടാവും, ആ ഈമാനിന് വില ഉണ്ടാവും. അതുകൊണ്ട് സാറിമാർ സ്നേഹമാരെ ഈമാൻ അത് ഏറ്റവും വലുതാണ്. അതിന് ഏറ്റവും വലിയ അധ്വാനം കൊടുക്കണം. സഹാബാക്കൾ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ അധ്വാനം ചെലവാക്കിയത് എന്തിനാണ്? ഈമാൻ ഉണ്ടാക്കാനാണ്. ഈമാൻ ഉണ്ടായാൽ പിന്നെ അമലുകൾ ഉണ്ടാവും. അമലുകൾ ഉണ്ടായി എന്നതിന്റെ മേൽ എന്തുണ്ടാവില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായിട്ടോ? ഈമാൻ ഉണ്ടായാൽ എന്തുണ്ടാവും? അമലുകൾ ഉണ്ടാവും. അമലുകൾ ഉണ്ടായി വിചാരിച്ചിട്ട് എന്തുണ്ടാവില്ല? ഈമാൻ ഉണ്ടാവില്ല. കാരണം അമലുകൾക്ക് ഈമാന്റെ ആവശ്യമില്ല. അമൽ ഒരു റിവാജാവും. എന്താവും? റിവാജ് എന്ന് പറയുന്നത് ഒരു പതിവ്, ഒരു എന്തായാലും പറയല്, ഒരു ചടങ്ങ്, ഒരാചാരം, അതങ്ങനെ ഉണ്ടാവും. ആ ചടങ്ങ് നടപ്പിലായാലെന്താണ്? അതിന് പ്രത്യേകിച്ച് എന്ത് വേണ്ട? ഈമാന്റെ ശക്തിയും പവറും ചടങ്ങാണ്. ഒരു ചടങ്ങാണ്. ചടങ്ങായ കുറെ സംഗതികളുണ്ട്. അങ്ങനെ ചടങ്ങിൽ നടക്കും അല്ലേ? എന്ത് ചെയ്യും? ഒരു ചടങ്ങായതാണ്. അതിന് പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. ഒരാൾ മരിച്ചാൽ മൂന്നാമത്തെ ദിവസം അയാളെ പേരേക്ക് പോകാൻ വിളിച്ചണം. പോയി വിളിച്ചതിന്റെ ആവശ്യമില്ല. അപ്പുറത്ത് ചോറിടോ, അരിട്ടോ, ഇവിടെ ഉണ്ടോ? മരിച്ച അയാളെ മകന് ഭയങ്കര കടണ്ടാവും, കുടുത്തമുട്ട കടം. എന്നാലും ഈ ചോറ് എന്താവൂല? നിങ്ങൾ പറയും എന്തുകൊണ്ട് പറഞ്ഞാല് ഇതെന്തായി? എന്താണ്? റിവാജായി. ഇതെങ്ങനെ ഒഴിവാക്കിയ ആൾക്കാരൊക്കെ ഓൻ എന്താക്കും?
എന്താക്കും വാപ്പ അരിച്ചിട്ടും കൂടി അന്റെ കഥ തന്ന വെച്ചിട്ട് ഓനെ ചീത്തറിഞ്ഞിട്ട് ഓനെ ശരിയാക്കും. റിവാജിന് ഒരു ഉദാഹരണം പറയാൻ മാത്രം. ഇതേപോലെ അമലുകൾ റിവാജ്. വാങ്ങ് കൊടുക്കുമ്പോ വേഗം പള്ളി പോകാൻ നിസ്കരിച്ച അള്ളാഹിനോട് ചോദിച്ചാല് എവിടുന്നോ പാടത്തുനിന്നൊക്കെ കയറിയിരുന്നു. എവിടേക്ക് കാലൊക്കെ കേൾക്കി എന്നാക്കി പെയിന്റ് അടിച്ചിട്ട് പെയിന്റൊക്കെ ഒഴിവാക്കി എവിടെ കയറാണ്? പള്ളി കയറാണ്. എന്നിട്ടോ അള്ളാഹിനെ പോർത്തിന്ന് ചോദിച്ചാല് അതില്ല. പിന്നെ എത്തിനെ പോന്നിന്ന് ചോദിച്ചാല് പിന്നെ എന്തിനു പോന്നിന്ന് ചോദിച്ചാൽ എത്തോ റിവാജ് ചെയ്യാൻ. ഇത് റിവാജായി ആ ടീമാ നമ്മളൊക്കെ. ഏത് നമാസ് റിവാജ് ബൻ ഗയാ. നിസ്കാരം റിവാജ് ഒരു ആദത്തായി. അങ്ങനെ ബാബുർത്ത് നിസ്കരിച്ചിട്ട് ഇടങ്ങേറ് പുറത്തിടൊക്കെ വരാണ്ട്. വൈകുന്നേരം ചാടിച്ചാട്ടമായി. വൈകുന്നേരം അസറാപ്പുണ്ട്. വൈകുന്നേരത്തെ ചായ കുടിച്ചതിന് തലവേദന എടുക്കുന്ന എത്ര ആൾക്കാരുടെ ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയും എത്ര ചായകളെ കുടിച്ചില്ലെങ്കിൽ റിവാജ് ബൻ ഗയാ. അതായത് റിവാജ് ആയിട്ടുണ്ട്. ഏത് ചായ കുടിക്കാൻ? ചായ കുടിച്ചിട്ട് ഭയങ്കര പ്രശ്നം. എന്നാ റമദാനിന് കുഴപ്പമില്ല. മനസ്സിലല്ലേ? റമദാൻ അല്ലാത്ത ദിവസവും 3 മണിക്ക് ആഴ്ച കുഴപ്പമില്ല. ഒരു അസരസ്കാരം കഴിഞ്ഞ് 4 എന്ത് ചെയ്യണം? ഒരു കല്യാണത്തിനൊക്കെ പോയി നേരം വൈകി അങ്ങനെ ഒരു ലൈറ്റുകൾ കൊടുത്തു. എന്നാ അയിമക്ക് വെക്കും. അത് വേറെ സാധനം തന്നെ. എന്ത് ചെയ്യണം? ഇതേമാതിരി നമുക്ക് നിസ്കാരം ബാങ്ക് കൊടുത്താൽ നിസ്കരിച്ചില്ലേ പ്രശ്നമാണ്. എന്തിനാ നിസ്കരിച്ചാൽ അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അമലുകൾക്ക് ഈമാന്റെ ആവശ്യമില്ല. ഈമാൻ ഉണ്ടായാൽ അമലുകൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈമാനുള്ള പരിശ്രമം വേറെ ചെയ്യണം. നമ്മളിപ്പോ എന്താ മനസ്സിലാക്കിയാണ്? നിസ്കാരം നോമ്പൊക്കെ നടക്കുന്നതുകൊണ്ട് ഈമാൻ ഉണ്ടായാൽ എന്തുണ്ടാവുക? കെലിമ ഇഖ്ലാസ് ഉള്ളതായാൽ ഹറാമെന്നോനെ തടയും. മറ്റൊരു കോലം മാത്രമേ ഉള്ളൂ. ഫോറസ്റ്റ് ഏരിയയിലൊക്കെ പോയാൽ കാണാൻ. നിങ്ങൾക്ക് ഫോറസ്റ്റിന് അടുത്തുള്ള അവിടെയൊക്കെ കാണാം ചെറിയ കമ്പി ഇങ്ങനെ വലിച്ചിട്ടുണ്ടാവും. 2-3 ലൈനിൽ കമ്പി ഇങ്ങനെ വെയിലിക്ക് പകരം. എന്തിനാണ് ആന മറ്റേ സാധനങ്ങളൊന്നും വരാക്കാൻ ആ ചെറിയ നെയ്സ് കമ്പി ഇങ്ങനെ കെട്ടിണ്ടാവും. ആനക്കാ കമ്പി ഭയങ്കര പേടിയല്ലേ? ആണോ വഴി? പിന്നെന്താ അങ്ങനെ കിട്ടണേ? രാത്രി അയിമക്ക് എന്ത് കൊടുക്കും? ലൈൻമെന്ന് കണക്ഷനായിട്ട് കൊടുത്താൽ ചെറിയ കമ്പി നോക്കിയിട്ട് കാര്യമില്ല. എന്താവും? ഒരടി അടിച്ചു. നേരെ മറിച്ച് കറണ്ട് കണക്ഷൻ കൊടുത്തില്ലെങ്കിലോ കമ്പി അടക്കം കൊണ്ടുവരും. ആര്? ഇതേപോലെ കെലിമ യാഥാർത്ഥ്യമില്ലെങ്കിൽ അറാമൊക്കെ എങ്ങനെ മേഞ്ഞടക്കും. ആര്? മൂമിനാന്ന് പറഞ്ഞാൽ അറാമിലൂടെ ഇങ്ങനെ മേഞ്ഞു നടക്കും. കാരണം എന്താ? അത് നമുക്ക് പവർ ഇറങ്ങിയില്ല. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇഖ്ലാസ് എന്താണ്? കെലിമയിൽ അതിന്റെ പവർ ഉണ്ടാണ്. അപ്പോഴേ ആ കെലിമ കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. ഹറാമൊന്നും വിട്ടുക്കാൻ കഴിയും നമുക്ക്. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഹറാമും നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ എന്താക്കും? ബേജാറുകൊണ്ട് ചിലർ അവിടെ നിന്ന് മുസാലിട്ടിട്ട് എന്താക്കും? അതൊരു കഴിഞ്ഞോണേനും പോയി. ഈ വേൾഡ് കപ്പിലൊക്കെ ആൾക്കാരുണ്ട് ഇഖ്ലാസിൽ. അതിന് ഈ കിബിലാക്കി തന്നെ നിൽക്കലില്ല. ഇടക്കിടക്ക് നോക്കും ബോളൊക്കെ പോണത്. കാരണം നിസ്കരിച്ചാൽ ഞാൻ അവനോട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സാറ് മനസ്സിലാക്കി ഈമാനിൽ ചാർജ് ഉണ്ടാണ്. അപ്പം അമലുകൾക്കൊക്കെ ശക്തി ഉണ്ട്. അതിനെ ശക്തി. അത് അള്ളാഹിനെ കുറിച്ച് പറയലും കേൾക്കലും അതിന്റെ പറ്റിയുള്ള ഫിക്കറും. എനിക്ക് എന്റെ ഈമാൻ ബലഹീനാണെന്നെങ്കിലും മനസ്സിലാക്കണം. നമുക്ക് അതുവരെ മനസ്സിലാക്കാനുള്ള അവസ്ഥ പോയി. അതുകൊണ്ട് സാറിമാരെ സ്നേഹമാരെ അള്ളാഹിനെ പറ്റി പറയല്, കേൾക്കല്, അതിനെ കുറിച്ചുള്ള ചിന്തിക്കല്, ഇത് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഈമാനിൽ വർധന ഉണ്ടാവും. ഈമാനിൽ വർധന ഉണ്ടായാൽ നിസ്കാരത്തിനൊക്കെ ഹലാവത്ത് ഉണ്ടാവും, മധുരം ഉണ്ടാവും, അമലുകൾക്ക് രസം ഉണ്ടാവും. എപ്പോ നമ്മൾ സാധാരണ അള്ളാഹിന്റെ മാർഗത്തിൽ 3 ദിവസം പോയാൽ മതി. 3 ദിവസം പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഭയങ്കര റാത്തുണ്ടാവും. അമലുകൾക്കൊക്കെ ഒരു ചൊർക്കുണ്ടാവും. നിസ്കാരത്തിനൊക്കെ റാത്തുണ്ടാവും. ഇമാമൊക്കെ നിന്ന് ഓതുകയാണ് കേൾക്കാനൊരു പൂതി ഉണ്ടാവും.
പക്ഷേ ആക്കിങ്ങനെ ചാർജ് കഴിഞ്ഞാലോ, ചാർജ് കഴിഞ്ഞാല് അത് വേറെ പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ നിന്ന് വിട്ടുക്കലാണ് ഈമാന്റെ വർധനവിന്റെ കാര്യം. ഈമാനെ വിട്ട് ദുനിയാവിന്റെ വർത്തമാനങ്ങൾ സംസാരങ്ങൾ കുറച്ച് ആഖിറത്തിന്റെ സംസാരങ്ങൾ കിട്ടുക. ഞാൻ എന്താ മരിക്കാനായിന്, എനിക്കിതാ പോവാനായിന്, എനിക്ക് അമലുകൾ ഉണ്ടാവണം, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ ഓന്റെ ചിന്തയിലൂടെ ഓടിയാലേ ഓനെ അമലുകൾ ഇങ്ങനെ അമലുകൾ ഉണ്ടാക്കാൻ. അപ്പൊ ആൾക്കാർ വേഗം ഉണ്ടാവും. വെള്ളപ്പൊക്കം വന്നു, ഇനി മെഴുകുതിരിട്ടില്ലാണോ എല്ലാരും കൂടണക്കിന് എന്താക്കി മെഴുകുതിരി വാങ്ങിപ്പോയി. ആണല്ലേ, പഞ്ചസാര തക്കാളി കിട്ടണമൊക്കെ എന്ത് ചെയ്യാണ്. ഇങ്ങനെ ഒരു 3 ദിവസം വെള്ളം നിന്ന് ആകെ കുടുങ്ങിയത്. അപ്പൊ മനസ്സിലായിട്ട് ഇത് ഇല്ലാതായ പ്രശ്നമാണ്, ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നായിട്ട് ഇതാക്കും. ഇതേപോലെ ഞാൻ ഇവിടുന്ന് പോകാന്ന് എന്റെ ഉള്ളിൽ ബോധ്യമായ ഇതൊക്കെ പാടെ ഉണ്ടാക്കാൻ. അങ്ങനെയാണ് സഹാബാക്കൾ രാത്രി ആയത്താക്കിയത്. ഇനിയൊരു രാത്രി ഉണ്ടാവില്ല, അവിടെ തന്നെ നിസ്കരിച്ച് തീർക്കുക. അതുകൊണ്ട് സാരന്മാരെ സ്നേഹന്മാരെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു താല എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കുറഞ്ഞ സമയങ്ങളെ നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കണം. കുറഞ്ഞ സമയങ്ങൾ. അല്ലാണ്ട് ഇവിടെ എന്താ ഉണ്ടാക്കുക, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ 2018 തീരാനായി, 365 ദിവസം ഉണ്ട്. ഏല് 2018 എത്ര ദിവസമുണ്ട്. നമ്മളെന്താ ഉണ്ടാക്കി, നമ്മളൊന്നും ഉണ്ടാക്കില്ല, അതിങ്ങനെ തീരാൻ പോണ്ടിരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് ആലോചിക്കില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, ഈമാനിനെ നിലനിർത്തണ്ടേ, ഈമാനിനെ ശക്തിപ്പെടുത്തണ്ടേ. ഈമാൻ ഇല്ലെങ്കിൽ ആള് ബലഹീനത. അവനക്ക് അമൽ ചെയ്യണ്ടാവും, അമലിൽ ഈമാൻ ഉണ്ടാവില്ല, അമലിൽ എന്തുണ്ടാവില്ല, കാമ്പുണ്ടാവില്ല, അത് ഒരു തോട് മാത്രമാവും. അവിടെ സാറന്മാരെ ഈമാനിന്റെ വർധനവിന് വേണ്ടിയുള്ള പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹ് വൈദാ തുലിയത്ത് അലൈഹിം ആയാതു സാദത്തുൻ, അവരൊക്കെ അള്ളാന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ, എന്നുവെച്ചാൽ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ പറയപ്പെട്ട സാദത്തുൽ ഈമാൻ, അവരെ ഈമാൻ വർധന ഉണ്ടാവും. നമ്മളും അള്ളാനെ പറ്റി പറയും, നമ്മളെ പറ്റി കേൾക്കും. ഇൻഷാ അല്ലാഹ് ഈമാൻ വർധന ഉണ്ടാവും, ചെയ്യില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹ് നമ്മളെ കൂടുതൽ കബൂലാക്കുമാറാവട്ടെ. ഖൈറിന്റെ വഴികൾ പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും തുറന്നു തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. കർണഞ്ഞ അള്ളാഹുവെ, കൃപയില്ല പഠിച്ചവനെ, ഔദാര്യവനായ അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പാവങ്ങളും പൂർത്തി തന്നെ പഠിച്ചവനെ, എല്ലാ പാവങ്ങളും പൂർത്തി തന്നെ പഠിച്ചവനെ, ഞങ്ങളോട് നീ കരുണ ചെയ്യാനായി പഠിച്ചവനെ, നിന്റെ ഇഷ്ടം നിന്റെ പൊരുത്തം തന്നെ പഠിച്ചവനെ. യാ അല്ലാഹ്, വാങ്ങി കേൾക്കുമ്പോൾ ഞങ്ങൾ മസ്ജിദിൽ എത്തുണ്ട് പഠിച്ചവനെ, നിന്നെ പേടിച്ചിട്ട് എത്തുകയെന്ന് പഠിച്ചവനെ. പക്ഷെ അതിന് ശരിയായ നിലയിൽ ഇഖ്ലാസിലും യഖീനിലൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല പഠിച്ചവനെ. ഞങ്ങൾ അമലുകളെ നന്നാക്കി തരണേ പഠിച്ചവനെ. ആ കച്ചവടത്തിൽ നിന്ന്, കൃഷിയിൽ നിന്ന്, ഉദ്യോഗത്തിൽ നിന്ന്, വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ വരുന്നുണ്ടല്ലോ പഠിച്ചവനെ, അതിനെ വലിയൊരു അമലാക്കി പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണേ പഠിച്ചവനെ. എല്ലാ കുറവുകളെയും പോരായ്മകളെയും നീ പരിഹരിച്ചു തരണേ പഠിച്ചവനെ. ആഖിറത്തിലേക്കുള്ള ചിന്തയും ഫിക്റും തരണേ പഠിച്ചവനെ. കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാ പാവങ്ങളും പുറത്തു തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, നിന്റെ ഇഷ്ടം നിന്റെ പൊരുത്തം തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, പഠിച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരിന്ന് പഠിച്ചവനെ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ പഠിച്ചവനെ. മരിച്ചവരുടെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാഹ്. ആരെല്ലാം ഞങ്ങളിന്ന് മരിച്ചിട്ടുണ്ടോ പഠിച്ചവനെ, അവർക്കൊക്കെ നീ അവരെ ഖബറിനെ നീ വെളിച്ചമാക്കണേ പഠിച്ചവനെ. അവരെ ഖബറിൽ സന്തോഷം നൽകണേ പഠിച്ചവനെ, ആഫിയത്ത് നൽകണേ പഠിച്ചവനെ. യാ അല്ലാഹ്, നീ ഞങ്ങളെ അവരെല്ലാവരെയും ജന്നത്തിൽ കൂട്ടിത്തരണേ പഠിച്ചവനെ. അല്ലാഹ്, നീ തന്നതിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്ത് തന്നെ പഠിച്ചവനെ. രോഗികളുടെ രോഗത്തെ ശിഫയാക്കണേ പഠിച്ചവനെ. ഒരുപാട് ആൾക്കാർ രോഗികളാണ് പഠിച്ചവനെ. യാ അല്ലാഹ്, ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതും കൂട്ടായതുമായ ഒരുപാട് രോഗങ്ങളുണ്ട് പഠിച്ചവനെ. അതൊക്കെ നീ ശിഫയാക്കണേ പഠിച്ചവനെ. ആഫിയത്ത് തരണേ പഠിച്ചവനെ. അല്ലാഹുവേ പഠിച്ചവനെ, തഖ്വ തരണേ പഠിച്ചവനെ. ഇഖ്ലാസിന്റെ വഴികളെ നീ ഞങ്ങളിലേക്ക് തുറന്നു തരണേ പഠിച്ചവനെ. ഇസ്സത്തിന്റെ വഴികളെ തുറന്നു തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ പഠിച്ചവനെ. ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, നീ എല്ലാം അറിയുന്നവനാണല്ലോ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ അല്ലാഹ്. പഠിച്ചവനെ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ അല്ലാഹ്, ഞങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും നീ കബൂലാക്കണേ പഠിച്ചവനെ. ഹറാമെന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണേ പഠിച്ചവനെ. അല്ലാഹു, നീ തന്നത് ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്ത് തരണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ കച്ചവടക്കാരുടെ കച്ചവടം, കൃഷിക്കാരുടെ കൃഷി, ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗം, ഇങ്ങനെ മൈഷത്തിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിലൊക്കെ നീ ഖൈറിന്റെ, ബർക്കത്തിന്റെ, റാഹത്തിന്റെ വാതിലുകളെ തുറന്നു തരണേ പഠിച്ചവനെ. എല്ലാ വിഷമങ്ങളും മാറ്റണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ.
സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വ അലാ സയ്യിദി അജ്മഈൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി